ഒരു വർക്ക്ഷോപ്പാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ടെൻറ്റേറ്റീവ് ഡേറ്റ് 23, 24, 25, 26 ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞാണോ? മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ആയിക്കോട്ടെ, BTech ആയിക്കോട്ടെ, നിങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടാവും. ഞാനിപ്പോൾ ഏത് എക്സാമിന് പ്രിപ്പയർ ചെയ്യും? ഈവൻ ITI കഴിഞ്ഞ ആളുകൾക്ക് ഒരുപാട് എക്സാമുകൾ ഉണ്ടാവും. അപ്പോൾ കേരള PSC നോക്കുകയാണെങ്കിൽ എക്സാമുകൾ വരുന്നുണ്ട്, പല പേരുകളിലാണ്. പക്ഷേ ഇതൊക്കെ മെക്കാനിക്കലിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? മെക്കാനിക്കൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകൾ ഏതൊക്കെയാണ്? ഇതുപോലെ ഒരുപാട് ഡൗട്ടുകളും കാര്യങ്ങളുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ക്ലിയർ ആയിട്ട് നമ്മളൊരു 4 days വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യുകയാണ്. അതായത് ഫോർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓൺലി. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ITI, ഡിപ്ലോമ, BTech കഴിഞ്ഞവർക്ക് മാത്രമുള്ള സെഷനാണ്. അതിനകത്ത് നിങ്ങൾക്ക് പറ്റിയ കോഴ്സുകളുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഡയറക്റ്റ്ലി എൻ്റർ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഏത് വർക്ക്ഷോപ്പിലാണ് നിങ്ങൾ പങ്കെടുക്കേണ്ടതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ തുടങ്ങുന്നത് ഓരോ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. അതായത് ഈ മാസം 23, 24, 25, 26 തീയതികളിലായിരിക്കും നമ്മളൊരു ടെൻറ്റേറ്റീവ് തിയറിയാണ് പറഞ്ഞത് ഈ ഒരു വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു മിനിമം നമ്പർ ഓഫ് സ്റ്റുഡൻസിൻ്റെ രജിസ്ട്രേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു വർക്ക്ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, 4 days വർക്ക്ഷോപ്പാണ്. ഫസ്റ്റ് ഡേ വരുന്നത് കേരള PSCയിലെ ടെക്നിക്കൽ എക്സാം. ഒരുപാട് എക്സാമുകളുണ്ട്. ITI ലെവലിൽ, ഡിപ്ലോമ ലെവലിൽ, ഡിഗ്രി ലെവലിൽ വരുന്ന ഒരുപാട് എക്സാമുകളുണ്ട്. ഇതൊക്കെ ഏത് എക്സാമുകളാണ്, എങ്ങനെയാണ് ഇതിന് പഠിക്കേണ്ടത്, ഏതൊക്കെ രീതിയിൽ പഠിച്ചാൽ ഇത് ക്വാളിഫൈ ചെയ്യാം, ഇനി ഏത് സമയത്താണ് ഇത് വിളിക്കാൻ പോകുന്നത്? ഓൾറെഡി ഒരുപാട് എക്സാമുകൾ കഴിഞ്ഞു. അപ്പോൾ ഇനിയും നിങ്ങൾ ഇത്രയും കാലം വിചാരിച്ചിരുന്നത് എക്സാമുകളൊക്കെ കഴിഞ്ഞ് ഇനി വിളിക്കാമല്ല. പക്ഷേ പിന്നെയും ചെറിയ ചെറിയ പോസ്റ്റുകളിലേക്ക് നമ്മൾ വിളിക്കുന്നുണ്ട്. ഓക്കെ, പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ലോങ് ടേം സ്ട്രാറ്റജിയാണ്. ആ ലോങ് ടേം സ്ട്രാറ്റജിയിൽ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്ത് പോകുന്നവർക്ക് ഇതുപോലുള്ള എക്സാമിനെ കുറിച്ചൊക്കെ കറക്റ്റായിട്ട് അറിയാം. അല്ലാതെ ഇന്ന് വന്ന നോട്ടിഫിക്കേഷന് ഓക്കെ ഞാൻ എക്സാമിന് മുമ്പ് പഠിച്ചു തുടങ്ങാനുള്ള രീതിയിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും ഈ ഒരു എക്സാമിന് ക്വാളിഫൈ ചെയ്യാനും പറ്റില്ല. ആ ഒരു എക്സാമുകൾ ഏതാണെന്ന് മനസ്സിലാക്കാൻ പോലും പറ്റില്ല. കാരണം ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ കൂടെ തന്നെ എഴുതാൻ പറ്റുന്ന ഒരുപാട് എക്സാമുകളുണ്ടാവും. ഏതൊക്കെ എക്സാമുകളെന്ന് മനസ്സിലാക്കാത്തതുകൊണ്ട് നിങ്ങളത് അപ്ലൈ ചെയ്യാനും എക്സാമിന് എഴുതാനും അതിന് ക്വാളിഫൈ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ എഴുതും. ഓക്കെ, അതൊക്കെ പറഞ്ഞു തരാൻ ക്ലിയർ ആയിട്ട് നമ്മുടെ റിയാസ് സാറാണ് നമ്മളെ വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യുന്നത്. നമുക്ക് കേരള PSC ടെക്നിക്കൽ എക്സാമാണ് ഫസ്റ്റ് ഡേ വരുന്നത്, ഡേ 1ൻ്റെ അകത്ത്. ഓക്കെ, രണ്ടാമത്തെ ദിവസം RRB JEE. നമുക്കറിയാം ഒരു ഹോട്ട് ജോബാണ് RRB JEE എന്നുള്ളത്. കാരണം ഒന്നും വേറെ ഒന്നുമില്ല, നല്ല വേക്കൻസി എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പോസ്റ്റാണ് ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റ്. റെയിൽവേ തന്നെ ഒരുപാട് ഏകദേശം ഒരു 3 വർഷത്തിന് മേലെയായി ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ട് അത് വിളിച്ചിട്ട്. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും വിളിക്കാം. നമുക്ക് എന്താ പറയുക, ഒരുപാട് ഫാക്ടേഴ്സ് നമ്മൾ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇലക്ഷൻ പ്രശ്നം, പുതിയ സർക്കാർ വരുന്ന കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ടാണ് അതിൽ ചെറിയ ലാഗ് വരുന്നത്. ഓൾറെഡി ഉള്ള ഒരുപാട് പേരെ ജോബിന് എടുത്തു കഴിഞ്ഞു, എന്നിട്ടും ഒരുപാട് സീറ്റുകൾ വേക്കൻ്റ് ആണെന്നുള്ള രീതിയിലാണ് റിപ്പോർട്ടുകളും കാര്യം വരുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പോസ്റ്റും കൂടിയാണ് RRB JEE. അപ്പോൾ RRB JEE-നകത്ത് എങ്ങനെ പഠിക്കണം, നമുക്കറിയാം ഒരുപാട് കണ്ടന്റുകൾ പഠിക്കാനുണ്ട്. ആ പഠിക്കേണ്ട സബ്ജക്റ്റുകൾ ഏത് രീതിയിൽ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡേ 2-ൽ സാറ് പറഞ്ഞിടും. ഓക്കെ, ഡേ 2. ഇനി മൂന്നാമത്തെ എക്സാം ഗേറ്റ് എക്സാം നമുക്കറിയാം BTech കഴിഞ്ഞവർക്ക് എഴുതാൻ പറ്റുന്ന എക്സാം. RRB JEE എന്ന് പറയുന്നത് നമുക്കറിയാം ഡിപ്ലോമ അല്ലെങ്കിൽ BTech, ഡിപ്ലോമയ്ക്ക് മുകളിലുള്ളവർക്ക് എഴുതാൻ പറ്റുന്നത്. ഗേറ്റ് എക്സാം എന്ന് പറഞ്ഞാൽ BTech കഴിഞ്ഞ ആളുകൾക്ക് എഴുതാൻ പറ്റുന്നത്. ഗേറ്റ് എക്സാം ഏത് രീതിയിൽ പ്രിപ്പയർ ചെയ്യണം, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എക്സാമാണ്, ഇപ്പോൾ കുറച്ച് സ്റ്റാൻഡേർഡ് കൂടിയ എക്സാമാണ്. ആ എക്സാം ഏത് രീതിയിൽ പ്രിപ്പയർ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മൂന്നാമത്തെ ദിവസം ഡേ 3 സാറ് പറഞ്ഞിടും. ഓക്കെ, ഇനി അതല്ലാതെ ഗേറ്റും നമ്മൾ ഈ കണ്ട 3 എക്സാമുകളല്ലാതെ ഒരുപാട് എക്സാമുകൾ സെൻട്രൽ ഗവൺമെൻറ് അണ്ടറിൽ വരുന്നത് ISROൻ്റെ എക്സാം വരുന്നുണ്ട്. അതുപോലെ തന്നെ HPCL, HAL എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമ്പനി, അതായത് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് കമ്പനീസ് സെപ്പറേറ്റ് എക്സാം നടക്കും. ഗേറ്റ് എക്സാം കൂടാതെ ഒരുപാട് കമ്പനീസ് ഗേറ്റ് ത്രൂ ആണ് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത്. അതല്ലാതെ ഒരുപാട് എക്സാമുകൾ നടക്കുന്ന പല കമ്പനീസ് ഉണ്ട്. അപ്പോൾ ഈ ബാർക്ക് പോലുള്ള ബാബ ആറ്റമിക് റിസർച്ച് സെൻറ്റർ, ബാർക്ക്, അതുപോലെ തന്നെ ISRO പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ HAL, HPCL, ഇങ്ങനെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ സെപ്പറേറ്റ്ലി എക്സാം നടക്കുന്നത്. ഇതൊക്കെ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം? ഗേറ്റിൻ്റെ സ്റ്റാൻഡേർഡ് ഉണ്ടാവില്ല എക്സാമിന്, പക്ഷേ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ടാവും. വളരെ സിമ്പിളായിരിക്കും. അത് ടൈം ബൗണ്ടറായിട്ട് ചെയ്യേണ്ട ഒരു ഫാക്ടർ മാത്രം നോക്കിയാൽ മതി. അപ്പോൾ അതൊക്കെ ഏത് രീതിയിൽ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഡേ 4-ൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 4 ദിവസത്തെ ഒരു വർക്ക്ഷോപ്പാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ടെൻറ്റേറ്റീവ് ഡേറ്റ് 23, 24, 25, 26 നമ്പർ ഓഫ് സ്റ്റുഡൻസ്, ഒരു മിനിമം നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ ഒരു വർക്ക്ഷോപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവരാണെങ്കിൽ, നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിപ്പോൾ ITI ആയിക്കോട്ടെ, ഡിപ്ലോമ ആയിക്കോട്ടെ, BTech ആയിക്കോട്ടെ, ഇനി MTech അതിന് മേലുള്ള ക്വാളിഫിക്കേഷൻ ആയിക്കോട്ടെ, ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, അവരോട് രജിസ്റ്റർ ചെയ്യാൻ പറയുക. കാരണം അത് അവരുടെ ഭാവിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അറിയേണ്ടതുണ്ട്. ഓക്കെ, കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. നിങ്ങൾ ഈ ഫോമിൽ രജിസ്റ്റർ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു വെബിനാറിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഈ ഒരു വർക്ക്ഷോപ്പ് സെക്ഷൻ്റെ ലിങ്ക് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ കിട്ടുന്ന ഒരു സെക്ഷനാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരം മിസ്സാക്കരുത്. താങ്ക് യു.